ഏവർക്കും സ്നേഹവന്ദനം. നോമ്പ് ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവവുമായി യഥാസ്ഥാനപ്പെടുവാനുള്ള അവസരമാണ്. കാരണം നോമ്പ് അനുതാപത്തിൻ്റെ അനുഭവമാണ്. മെറ്റനോയ്യ, റിട്ടേണിംഗ് ടു ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. യോവേൽ 2:12 ദൈവത്തിലേക്ക് തിരിയുക എന്ന് പ്രത്യേകം പറയുന്നു. അത് പ്രകാരമായിരിക്കണമെന്ന് പറയുന്ന അനേക വേദഭാഗങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. അത്തരത്തിൽ ഒരു വേദഭാഗമാണ് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. 2 Chronicles chapter 7 verse 14. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. If my people who are called by my name will humble themselves and pray and seek my face and turn from their wicked ways, I will forgive their sins and restore their land. ഈ വേദഭാഗം ശലോമോൻ രാജാവ് യെരുശലേം ദേവാലയം പണിത് പ്രതിഷ്ഠിച്ച് യാഗങ്ങളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം രാത്രിയിൽ ദൈവം അവനോട് പറയുന്നതായ കാര്യമാണ്. ദൈവം ഈ വാക്യത്തിലൂടെ ഒരു കാര്യം പ്രധാനമായി സൂചിപ്പിക്കുകയാണ്. പല പ്രാവശ്യം തെറ്റിലും പാപത്തിലും വീണ് അന്യ ദൈവങ്ങൾക്ക് പുറകെ പോയ ഇസ്രായേലിനെ എൻ്റെ ജനം എന്ന് വിളിക്കുന്നു. മൈ പീപ്പിൾ. ഇത് നമ്മോട് പറയുകയാണ്, നാം എത്രത്തോളം വീണുപോയി എങ്കിലും ഇനിയും ദൈവസന്നിധിയിൽ നമുക്ക് അവസരമുണ്ട്. എന്നാൽ ആ അവസരം ലഭിക്കണമെങ്കിൽ നാം ദുർമാർഗങ്ങളെ, വിക്കഡ് വേസ്, വിട്ടുതിരിയണം. എന്താണ് ദുർമാർഗങ്ങൾ? അതിന് 3 layers ഓഫ് മീനിങ് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. ഒന്ന്, ഡൂയിങ് തിങ്സ് ദാറ്റ് ഹർട്ട് അതേഴ്സ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായ കാര്യങ്ങൾ. ഇൻജസ്റ്റിസ് ചെയ്യുക, മോഷ്ടിക്കുക, കള്ളത്തരം പറയുക, എത്തിക്കലി റോങ് തിങ്സ്. രണ്ടാമത്, ഗിവിങ് പ്രയോറിറ്റി ഓവർ ഗോഡ് ടു അതേഴ്സ്, ദൈവത്തെക്കാൾ അധികം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഇത് ബിംബാരാധനയാണ്, ഐഡോളട്രിയാണ്. മൂന്നാമത്, എ ഡിസ്ഫങ്ഷണൽ ലൈഫ്, ബ്രോക്കൺ ഓർ സ്പോയിൽഡ് ലൈഫ്. ഒരു ഫ്രൂട്ട് അധികം പഴുത്ത് അളിഞ്ഞു പോയതുപോലെയുള്ള ഒരവസ്ഥ. ദൈവത്തെ കൂടാതെയുള്ള ഓട്ടത്താൽ താറുമാറായ ഒരു ജീവിതം, അതാണ് ഡിസ്ഫങ്ഷണൽ ലൈഫ്. അപ്പോൾ ഈ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് യഥാസ്ഥാനപ്പെടുവാനായി 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ വാക്യം വ്യക്തമായി പറയുക. ഒന്ന്, വിനയപ്പെടണം, തങ്ങളെ തന്നെ താഴ്ത്തണം. ഹംബിൾ അവർ സെൽഫ്. ഈഗോ, ഞാനെന്ന ഭാവം, അത് മാറ്റിക്കളയണം. ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല എന്ന് ദൈവം മുൻപാകെ നാം താഴ്ത്തി നമ്മെ സമർപ്പിക്കണം. 2, പ്രാർത്ഥിക്കുക, പ്രേ. ദൈവവുമായി നഷ്ടപ്പെട്ടതായ ആ കണക്ഷൻ പുനഃസ്ഥാപിക്കണം. 3, അന്വേഷിക്കുക, സീക്ക്, സെർച്ചിങ് അവർ സെൽഫ് ആൻഡ് സെർച്ചിങ് ഗോഡ്സ് വിൽ ഫോർ അവർ ലൈഫ്. തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്ത് എന്ന് അന്വേഷിക്കുക. 4, വിട്ടുതിരിയുക, ടേൺ ബാക്ക്. തെറ്റുകളെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റിക്കളയുക. നാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഈ നോമ്പ് രൂപാന്തരത്തിൻ്റെ, യഥാസ്ഥാനപ്പെടലിൻ്റെ അനുഭവമായിട്ട് മാറും. അതിനായി ഈ നോമ്പ് കാലത്ത് നമ്മെ ഒരുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ദുർമാർഗങ്ങളെ പൂർണ്ണമായി വിട്ടുകളയുവാൻ തക്കവണ്ണം അവിടുത്തെ സന്നിധിയിൽ വിനയപ്പെടുവാൻ, പ്രാർത്ഥിച്ച് അങ്ങയുടെ ഹിതം അന്വേഷിച്ച് തെറ്റുകളെ വിട്ടുതിരിഞ്ഞ് യഥാസ്ഥാനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.